പോയിട്ട് വരാം. അതെ, അച്ഛൻ അവിടെ ഇല്ല. ആ കാണുന്ന ഗസ്റ്റ് ഹൗസിലാണ്. എന്തായാലും പുള്ളിക്കാരനൊന്ന് കണ്ടേ പറ്റൂ. താൻ വരുന്നുണ്ടോ? ഞാനെന്തിനാ വരുന്നത്? ആ, ഒരു കണക്കിന് വരാതിരിക്കുന്ന നല്ലത്. പുള്ളിക്കാരനെ ഫുൾ ടൈം വെള്ളമാണ്. ഞാൻ ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇപ്പൊ വരാം. പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു പിഴവും സംഭവിക്കരുത്. ആ പെൺകുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അതിന്റെ കഴിവുകൾ എന്താണെന്ന് അറിയോ തനിക്ക്? തന്നെ പോലുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പേടിച്ചു അല്ലേ? രാധികയുടെ നേരെ കാറ് പോയെന്ന് ഞാൻ കണ്ടതാ. എടോ, താൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോകണം. അതോ ഇനി ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എടുത്തോണ്ട് മറ്റുള്ളവർ ഇടിക്കാനാണോ ഭാവം? അല്ല സാർ, ഞാൻ പോയിട്ട് വരാം. സോറി സാർ. സോറി മാഡം. രാധിക, ഒന്നും പറ്റിയില്ലല്ലോ? അവസാനിച്ചു തന്നെ ഞാൻ കരുതിയത്. പെട്ടെന്ന് ഇയാൾ വന്നത്. അറിയോ? ഓക്കെ. അല്ല, നിങ്ങളെങ്ങനെ ഈ സ്ഥലത്ത്? നല്ല കാഴ്ചകള് എനിക്കിഷ്ടം. പിന്നെ എല്ലാവരെയും ഫേവറേറ്റ് പ്ലേസുകളില് എനിക്ക് താല്പര്യമില്ല. ചില ഒഴിഞ്ഞ സ്ഥലങ്ങൾ, അതിന്റെ ഏകാന്തത. എന്തിന്, ചിലപ്പോ സെമിത്തേരികൾ വരെ എന്റെ യാത്രയുടെ പോയിന്റ്സ് ആവാറുണ്ട്. എനിവേ, റിലാക്സ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ചെറിയ കടം വീട്ടലാണ് നടന്നത്. അന്ന് ഫംഗ്ഷനിൽ വെച്ച് എന്റെ കൈമുറിഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും എന്നെ ക്ലിയർ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹവും മനുഷ്യത്വമുള്ളവരാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോ എനിക്കിത് തിരിച്ചു ചെയ്യാൻ പറ്റിയല്ലോ. അല്ല, എന്താ നിങ്ങളുടെ പേര്? എന്തു പറഞ്ഞു? അയാള് കുറച്ച് പണത്തിന്റെ കാര്യം പറഞ്ഞു. വരുണിനെയും രാധികയും ഇല്ലാതാക്കാൻ ആ പ്രൊഫഷണൽ കില്ലറെ അറേഞ്ച് ചെയ്തത് അയാളല്ലേ? പണം അയാൾക്കാ. എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നെ കൊണ്ട് പണം സംഘടിപ്പിക്കാൻ പറ്റുമോ? പണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ തിരിച്ചു പോകും. പിന്നെ രാധികയുടെയും വരുണിന്റെയും കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ ജയിലിലാണെന്ന് ആ സിഐക്ക് അറിയില്ലേ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ ആ പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കായിരുന്നു. നീ അത് അയാളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നമ്മൾ കാരണം ജോലി പോലും നഷ്ടപ്പെട്ട അയാൾ ഇരിക്കുന്നത്. ഒരു മാർഗവുമില്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാം. തോറ്റു കൊടുക്കാം നമുക്ക്. അച്ഛനുണ്ടായിരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വാരി കോരി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോ ഒരാള് പോലും സഹായിക്കാനില്ല. അമ്മേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മുമ്പത്തെ പോലെ കണിമംഗലത്തെ ഷെൽഫിന്ന് ബാക്കിയുള്ള സ്വർണം കൂടി എടുത്ത് വിറ്റാലോ? എന്തൊക്കെയാടാ നീ പറയുന്നേ? ഇന്നാൾ നമ്മളെടുത്ത സ്വർണത്തിന്റെ പേരിൽ തന്നെ ഇവിടെ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അമ്മേ, ആ കോലാഹലങ്ങള് അമ്മയുടെ പ്ലാനിംഗ് പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ. പിന്നെന്താ? ഒന്നും നടക്കില്ല ഗൗതം. ഷെൽഫിന്റെ ചാവി ഇപ്പോ ഏട്ടത്തിയുടെ കയ്യിലാ. ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും അത് എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല.
അമ്മ ഒന്ന് ട്രൈ ചെയ്യമ്മേ. അച്ഛനെ പുറത്തിറക്കാൻ നമുക്ക് ആഗ്രഹമില്ലേ? രാധികയും വരുണും അവസാനിക്കണമെന്നും ആഗ്രഹമില്ലേ? ഉണ്ടെങ്കിൽ പണം കണ്ടെത്തിയേ പറ്റൂ. പിടിക്കപ്പെട്ട എന്താവൂന്നറിയോ? അമ്മ ചാവി സംഘടിപ്പിച്ച് തന്നാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു. എന്നെ ആ കുടുംബത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കിയവരോട് എനിക്ക് പ്രതികാരം ചെയ്യേണ്ട അമ്മേ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും പോയി ആത്മഹത്യ ചെയ്യും. മോനെ, നാണം കെട്ടിങ്ങനെ ജീവിക്കാൻ വയ്യമ്മേ. ഒരു തെരുവ് തണ്ടിയെ പോലെ ഇങ്ങനെ നടക്കാനും വയ്യ. ഈശ്വരാ. അതിനേക്കാൾ നല്ലത് മരണോ. അമ്മ ഫോൺ വെച്ചോ. എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ടറിയാം. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ചാകാൻ വേണ്ടിയാണോ നമ്മൾ ഇത്രയും പിടിച്ചു നിന്നത്? ശരി, ഞാൻ എങ്ങനെയെങ്കിലും ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും ചാവി എടുക്കാം. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ശരിയമ്മേ, ഈ പണം അയാൾക്ക് കൊടുത്താൽ അയാൾ അയാളുടെ ജോലി ചെയ്തിരിക്കും. രാധികയുടെയും വരുണിന്റെയും ജീവൻ ഇതോടെ അവസാനിക്കും, ഉറപ്പ്.